ജീവന ഭീഷണിയായി നിരത്തുകളിൽ കൂറ്റൻ പരസ്യ ബോർഡുകൾ തുരുമ്പെടുത്ത് തകർന്നു വീഴാറായ നിലയിലുള്ള ബോർഡുകൾ എടുത്തുമാറ്റാൻ നടപടിയില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും നടപ്പാത കയ്യേറി സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണ ബോർഡുകളും മാറ്റിയിട്ടില്ല. ഒട്ടേറെ പേരുടെ ജീവനെടുത്ത മുംബൈയിലെ അപകട ദൃശ്യമാണ് കണ്ടത്. ഇത് അവസാനത്തേതാണെന്ന് പറയാനാകില്ല. സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇതുപോലെയുള്ള അപകടങ്ങൾക്ക് ഇരകളായി തീർന്നേക്കാം. തിരുവനന്തപുരം നഗരമധ്യത്തിലെ കാഴ്ചയാണിത്. വർഷങ്ങളായി ഇവിടെ ഉണ്ടായിരുന്ന ഫ്ലെക്സുകൾ നശിച്ചു, കാടുമൂടി. എപ്പോൾ വേണമെങ്കിലും നിലത്ത് പതിക്കാവുന്ന ഇരുമ്പ് കമ്പികൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ട്രാൻസ്ഫോമറിനോട് ചേർന്ന് 50 അടിയോളം ഉയരത്തിൽ അപകടകരമായി നിൽക്കുന്ന തൂണുകൾ മാറ്റാൻ കോർപ്പറേഷനും യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ഇലക്ഷൻ കഴിഞ്ഞിട്ടും പല സ്ഥലത്തും രാഷ്ട്രീയ പാർട്ടിക്കാരെ പരസ്യ ബോർഡുകൾ, പിന്നെ നവകേരള സദസ്സിൻ്റെ ബോർഡ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഇന്നും എടുത്തു മാറ്റാൻ ആരും തയ്യാറാവുന്നില്ല. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 7 ദിവസത്തിനകം ഫ്ലെക്സ് ബോർഡുകൾ മാറ്റണമെന്നുള്ളതായിരുന്നു നിർദ്ദേശം. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും CPI സംസ്ഥാന എക്സിക്യൂട്ടീവും അത് സംബന്ധിച്ചുള്ള നിർദ്ദേശവും നൽകിയിരുന്നു. പക്ഷെ നാളിത്രയായിട്ടും ഫ്ലെക്സുകൾ മാറ്റിയിട്ടില്ല. ഇത് ഉള്ളൂർ ജംഗ്ഷനിലെ കാഴ്ചയാണ്. ആരുടെയെങ്കിലും തലയിൽ വീഴാൻ കാത്തിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഫ്ലെക്സ്. വീണാൽ കാര്യം നടക്കില്ല, വീഴുന്നവരുടെ കാര്യം കട്ടപ്പുകയാവും. ഒപ്പം ശശി തരൂരിന്റെ ഫ്ലെക്സും ഉണ്ട്. ഒരു കാറ്റടിച്ചാൽ പോലും ഇതൊക്കെ മറിഞ്ഞ് ഈ ഭാഗത്തേക്ക് വീഴും. എന്തൊരു പേടി, നമ്മൾ 10-7 വയസ്സായി നമ്മളിന് ചത്താലും പേടിയില്ല. കൊച്ചുമക്കൾ ദേഹത്ത് വീഴായിരുന്നാൽ മാത്രം മതി. ഇതുപോലെയുള്ള കൂറ്റൻ പരസ്യ ബോർഡുകളാണ് കൂടുതൽ അപകടകാരി. ഇത് കണ്ടില്ലേ, തുരുമ്പിച്ച് എപ്പോൾ വേണമെങ്കിലും വീഴാൻ പാകമായി നിൽക്കുകയാണ്. ഇതുപോലെയുള്ള പരസ്യ ബോർഡുകൾ നമുക്ക് നഗരത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാൻ കഴിയും. അതിൽ പലതും വലിയ അപകടങ്ങൾക്ക് കാരണമാകാൻ സാധ്യതയുള്ളതാണ്. നഗരം വിട്ട് ഗ്രാമപ്രദേശങ്ങളിലേക്ക് ചെന്നാലും ഈ അപകടക്കെണിയുണ്ട്. ഒന്നുകിൽ പരസ്യ ബോർഡുകൾ വയ്ക്കുന്നവർ അത് കൃത്യമായി എടുത്തു മാറ്റണം, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടോ എന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ കൃത്യമായി പരിശോധിക്കണം. എന്തായാലും ഇത് രണ്ടും നമ്മുടെ സംസ്ഥാനത്ത് നടക്കാറില്ല. ഇനിയെങ്കിലും ആ സ്ഥിതിക്ക് മാറ്റമുണ്ടായില്ലെങ്കിൽ വലിയ ദുരന്തത്തിന് വഴിവെച്ചേക്കാം. MR അനൂപിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.